ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ അർത്ഥം പറയാം ആദ്യം. ഇപ്പോ പരിഭ്രാന്തി, പരിഭ്രമം, നിമഗ്നൻ, മുഴുകിയവൻ. നെക്സ്റ്റ് കൂസലന്യേ. കൂസലന്യേ എന്താ അർത്ഥം? മടി കൂടാതെ. പ്രകൃതം, സ്വഭാവം. പരവശൻ, ക്ഷീണിച്ചവൻ. സ്തബ്ധൻ, അനക്കമില്ലാത്തവൻ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് അല്ലേ എന്ന്. പാഠം നല്ലപോലെ വായിച്ചു നിങ്ങള്. വായിക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേഗം പറ്റൂ. ഇപ്പോ വിപരീത പദം, അതിൽ ശത്രു, മിത്രം, പാപം, പുണ്യം. നെക്സ്റ്റ് ഉപകാരം. ഉപകാരം ഉപദ്രവം. ശിക്ഷിക്കുക, രക്ഷിക്കുക. പര്യായപദം ശത്രു, രിപു, വൈരി, അരി. അല്ലേ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. ശത്രുവിന്റെ പര്യായപദം രിപു, വൈരി, അരി. നെക്സ്റ്റ് ശരീരം, ഗാത്രം, വപുസ്, കളേബരം. അല്ലേ, ശരീരത്തിന്റെ പര്യായപദം ഗാത്രം, വപുസ്, കളേബരം. നെക്സ്റ്റ് ചേർത്ത് എഴുതുകയാണ്. അതില് ഞങ്ങൾ പ്ലസ് എറിഞ്ഞതല്ല, ഞങ്ങൾ എറിഞ്ഞതല്ല. അല്ലേ, പിന്നെ അടുത്തത് തെറ്റിനെ പ്ലസ് പറ്റി. എഴുതിക്കോ, തെറ്റിനെ പറ്റി. ഇപ്പ വരണേ, അതിപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തോ. തെറ്റിനെ പറ്റി. ഫെയ്ത്തേ, പേജ് നമ്പർ 56. ഓക്കെ, അപ്പൊ തെറ്റിനെ പ്ലസ് പറ്റി, തെറ്റിനെ പറ്റി. നമ്മൾ ആ പാഠത്തിന്റെ വർക്കാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോകാൻ പ്ലസ് ഒരുമ്പെടുക. പോകാൻ ഒരുമ്പെടുക. പോകാൻ പ്ലസ് ഒരുമ്പെടുക. പോകാൻ ഒരുമ്പെടുക. എഴുതുമ്പോ തെറ്റിക്കരുത്. ഏച്ചിനോട്ടിട്ട് എഴുതേണ്ടി വരുമോ? ഇല്ലല്ലോ. പോകാൻ ഒരുമ്പെടുക. ഏച്ചിനൊട്ടിട്ട് ഞാൻ എഴുതിയിട്ട് ആച്ചിനിടണം. പോകാൻ ഒരുമ്പെടുക. നെക്സ്റ്റ് കീറി പ്ലസ് പറഞ്ഞ. എങ്ങനെ വരും? ഇപ്പ വേണം. കീറിപ്പറിഞ്ഞ. അല്ലേ, കീറിപ്പറിഞ്ഞ. അപ്പോ പാ ഉപ്പായാവും, പാ ഇരട്ടിക്കും. ഓക്കെ ആൻമേരിയ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ആ പ്രവർത്തനങ്ങളെ. പോകാൻ പ്ലസ് ഒരുമ്പിടുക എഴുതിയോ? ഇല്ല. എങ്ങനെ എഴുതേണ്ടത്? ഇൻ പോവും. എന്നിട്ട് എങ്ങനെയാവും? പോകാ ഏച്ചിനിടുക, നാ എഴുതുക, ആച്ചിനിടുക. അപ്പൊ പോകാനോ രുമ്പെടുക. മനസ്സിലായോ? യെസ്. എന്തേഷോണേ, പാഠം ഒന്നുകൂടെ വായിക്കാന്ന് പറഞ്ഞായിരുന്നു. ആ പാഠം നമുക്ക് ഇന്നിപ്പോ വായിക്കണം. നമുക്കിപ്പോ ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാഠം നല്ലപോലെ വായിക്കണം. പാഠം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ പറയാനും എല്ലാം കിട്ടും. അതുകൊണ്ട് നമുക്ക് പാഠം വായിപ്പിക്കാം കേട്ടോ, 4 പേർക്കും കൂടി. അപ്പൊ പോകാൻ ഒരുമ്പെടുക. നെക്സ്റ്റ് കീറി പ്ലസ് പറഞ്ഞ, കീറിപ്പറിഞ്ഞ. ഇപ്പ എഴുതണം. ഓക്കെ, പാ ഇരട്ടിക്കോ അവിടെ. നെക്സ്റ്റ് വാക്യത്തിൽ പ്രയോഗിക്കാം. പരിഭ്രാന്തനാവുക. പരിഭ്രാന്തനാവുക പറഞ്ഞ എന്താണ്? പരിഭ്രമിക്കുകയല്ലേ പരിഭ്രാന്തനാവുക പറഞ്ഞ. അതായത് വെപ്രാളപ്പെടുക. അതാണ് പരിഭ്രാന്തനാവുക എന്ന് പറഞ്ഞ. നിങ്ങൾ എങ്ങനെയാ വാക്യത്തിൽ പ്രയോഗിക്കുക? അത് നിങ്ങൾക്ക് സ്വന്തം കാര്യത്തിൽ തന്നെ വാക്യത്തിൽ പ്രയോഗിക്കാലോ. എന്തിനാ നിങ്ങൾ വെപ്രാളപ്പെടുക? പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കാൻ കണ്ട ഒരു കാര്യം കേൾക്കുമ്പോ എന്ത് ചെയ്യും? നമ്മള് വെപ്രാളപ്പെടുക. ഒന്നുകൂടി പറഞ്ഞ ഫെയ്ത്ത്. പാമ്പിനെ എന്റെ തൊട്ടു മുന്നിൽ പരിഭ്രാന്തനായി എഴുതാം. അല്ലെങ്കിൽ എന്താ, ആരെങ്കിലും നമ്മളൊരു പ്രതീക്ഷിക്കാത്ത കാര്യം നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിഭ്രാന്തനാവും. അല്ലേ, ഒരു പേടി വന്നിട്ടുള്ള ഒരു അവസ്ഥ ആവും. നെക്സ്റ്റ് നിസാരഭാവം. നിസാരഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂസലന്യർത്ഥത്തില് നിസാരമായ ഒരു ഭാവം. അതായത് എങ്ങനെ എഴുതുക നിങ്ങള്? നിസാരഭാവത്തിൽ നിന്നു എന്ന് ഇതിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വാക്യം, നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, വാക്യത്തിൽ പ്രയോഗിക്കാൻ അറിയില്ലേ? ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ നിസാരഭാവത്തിലിരുന്നു.
അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നില്ല അർത്ഥത്തിൽ, അല്ലേ? അതൊരു കൂസലൊന്നും ഇല്ലാത്ത രീതിയിൽ. നെക്സ്റ്റ് നടന്നു മറയുക. എങ്ങനെ നടന്നു മറയുക? ബാക്കി ഇത് പ്രയോഗിക്കുക. മിസ് നടന്നു മറിയുക എന്ന് പറഞ്ഞാൽ നടന്ന് കാണാതാവൂലേ? നമ്മളിപ്പോ ഒരാൾ നടന്ന് അങ്ങ് മറഞ്ഞു പോവൂലേ? ഇതിൽ നമ്മൾ ഒരാൾ പറഞ്ഞു പറഞ്ഞിരുന്നേ, പിന്നെ ആദ്യം ആരാന്ന്? ജയനല്ലേ? ജയനല്ലേ പോയത്? നല്ല കുട്ടി ജയനായിരുന്നില്ലേ ഇതിലത്തെ? ജയൻ നടന്നു മറിഞ്ഞു എന്നുണ്ട്. അപ്പോ നടന്നു മറിയുക പറഞ്ഞ എന്താണ്? നിങ്ങള് എന്തെങ്കിലും ഒന്ന് പറയാറോ കുട്ടികളെ? ഇതില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ടെക്സ്റ്റ് വായിച്ചിട്ടില്ല ആരും? ഇതിൽ പറയുന്നുണ്ട് ഏത്? ജയനും. ടെക്സ്റ്റിലുള്ളതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായി പറയാം. ടെക്സ്റ്റിലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ടെക്സ്റ്റിലുള്ളതാണെങ്കിൽ എന്നിട്ട് ബാബു നടന്നു മറഞ്ഞു എന്നാ ഉള്ളത്. കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ബാബു നടന്നു മറഞ്ഞു, അല്ലെ? ബാബു ആണോ ജയനാ? ജയനാവാനാ സാധ്യത. ഇവിടെ എവിടെയോ ഉണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ് അടുത്തത്? കുറ്റബോധം ഉണ്ടാവുക. എന്തിനാ കുറ്റബോധം ഉണ്ടാവുക നമുക്ക്? പറഞ്ഞോ ഫെയ്ത്ത്, പറഞ്ഞോ. അതെ, ജയൻ തന്നെയായിരിക്കും. ജയനായിരിക്കുമല്ലോ നടന്നു പറഞ്ഞ ആള്. പിന്നെ നമ്മളുടെ കഥയിൽ ഇല്ലല്ലോ. ആദ്യം നല്ലൊരു കുട്ടിയായി വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ജയൻ ഇല്ല അല്ലേ? പുതിയ ആള് വരികയാണ്, ബാബു. അപ്പോ ജയൻ തന്നെയായിരിക്കും നടന്നു പറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ? നെക്സ്റ്റ് കുറ്റബോധം ഉണ്ടാവുക. ഞാൻ ഒരാളെ തല്ലിയപ്പോ നമുക്ക് പിന്നീട് ഉണ്ടാവും നമുക്കൊരു കുറ്റബോധം, അല്ലെ? വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടാവും. അതാണ് കുറ്റബോധം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ പഠിക്കണേ. ഇനി ഫെയ്ത്തിന് ചിരി വരെയെന്ന് ഷോണ് പറയുമ്പോ രണ്ടാളും കൂടെ തല്ലിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിനു മുമ്പേ. ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താന്ന് അടുത്തത്. അതില് സ്കൂളിൽ ബെല്ലടിച്ചു. സതീശനും സൈമണും സ്കൂളിലേക്ക് പോയിട്ടില്ല. എന്തുകൊണ്ടാ അവര് സ്കൂളിലേക്ക് പോവാതിരുന്നത്? മിസ് ജയൻ അവർക്ക് എതിരെ എന്തോ തെറ്റായിട്ട് പറഞ്ഞു. ജയൻ തെറ്റായി പറഞ്ഞതല്ല, അവര് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ബസ്സിന് നേരെ അവര് ജയൻ കംപ്ലൈന്റ് ചെയ്തതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പുറത്താക്കി. അതുകൊണ്ടാണ് അവര് ബെല്ലടിച്ചിട്ടും സ്കൂളിലേക്ക് പോവാതിരുന്നത്, അല്ലേ? നെക്സ്റ്റ് രണ്ടാമത്തത്, കുട്ടികൾ ചെയ്ത കുറ്റം എന്തായിരുന്നു? ബസ്സിന് കല്ലെറിഞ്ഞത്. ഹെഡ് മാസ്റ്ററുടെ നിർദ്ദേശത്തോട് കുട്ടികൾ യോജിക്കാത്തതിന് കാരണം എന്തുകൊണ്ടാ? മാതാപിതാക്കളെ കൊണ്ടുവന്നാൽ അവർക്ക് വഴക്ക് കിട്ടും. അതുകൊണ്ടാണ് അവര് പേടിച്ചിട്ടാണ് കൊണ്ടുവരാത്തത്, അല്ലേ? ഹെഡ് മാസ്റ്ററുടെ നിർദ്ദേശത്തോട് കുട്ടികൾ യോജിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ഒന്നും അറിയില്ല, അല്ലെ? കുട്ടികൾ എന്താ വിചാരിക്കുന്നേ? മാതാപിതാക്കളിൽ നിന്നും കുറ്റം നമ്മളെ മോശമായി പറയുള്ളൂ എന്നാണ് അവരെ ഒരു ഗുരുക്കന്മാരൊക്കെ അങ്ങനത്തെ ഒരു വിശ്വാസമായിരുന്നു. പക്ഷെ ബാബു പോയി വന്നതിന് ശേഷമാണ് അവർക്ക് അത് മനസ്സിലായത്. അപ്പൊ ആദ്യം എന്താ വിചാരിക്കുന്നവര്? മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തല്ലോ ചീത്തയോ ഒക്കെ കിട്ടും. അതുകൊണ്ടാണ് അവർ കൂട്ടാതിരുന്നത്. കല്ലേറ് കൈവിട്ട സൂത്രമാണ്. ജയൻ അത് പറയാൻ കാരണം എന്ത്? ബസ്സിൽ കുട്ടികളും മാതാപിതാക്കളും ഉണ്ടായിരുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നതാണ്, അല്ലേ, ബസ്സില്? അപ്പോ കുട്ടികളായാലും ചെറിയ കുട്ടികൾ ഉണ്ടാവും, വൃദ്ധന്മാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കല്ലേറ് കൈവിട്ട സൂത്രമാണ്. സാറ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ജയൻ സ്കൂളിൽ പോകാത്തത് എന്തുകൊണ്ട്? ജയന്റെ അച്ഛന് രോഗമായിരുന്നു, ആയതുകൊണ്ട് മരുന്ന് വാങ്ങാൻ പോകാൻ വേണ്ടിയായിരുന്നു ജയൻ സ്കൂളിൽ പോകാതിരുന്നത്. കൂട്ടുകാർ നൽകുന്ന രൂപ ജയൻ സ്വീകരിക്കുന്നില്ല. കാരണം എന്ത്? അത് തെറ്റായ വഴി കൂടെ കിട്ടുന്നത് ആയതുകൊണ്ട്. അതുകൊണ്ട് അത് അവൻ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നെക്സ്റ്റ്, സതീഷും സൈമണും എന്ത് തീരുമാനത്തിൽ എത്തിച്ചേർന്നു? നാടുവിടാൻ തീരുമാനിച്ചു. സതീഷും സൈമണും പിന്നീട് നാട് വിടുന്നില്ല എന്ന് തീരുമാനിച്ചില്ലേ? ആദ്യം നാട് വിടാൻ തീരുമാനിച്ചു. പിന്നെ ബാബുവിന്റെ ആ തിരിച്ചു വരവിലൂടെ അവർക്ക് എന്ത് തോന്നി? വരണ്ടാന്നാണല്ലേ? അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തു അതില്?
ഓക്കെ, ശേഷം പറയുന്നുണ്ട് നാട് വിട്ടുപോയ ബാബുവിന്റെ. നമുക്ക് നോക്കാം. നാട് വിട്ടുപോയ ബാബുവിനുണ്ടായ അനുഭവങ്ങൾ എന്തെല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടതിന് ശേഷമാണ് ഇവർക്ക് നാട് വിടുന്നതിൽ നിന്ന് ഇവര് മാറി ചിന്തിച്ചത് അല്ലേ? അതുവരെ നാട് വിടാൻ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ അല്ലേ മിസ്സേ? ഏത്? ബാബുവിന്റെ അനുഭവം മറ്റിരുവരെയും സ്വാധീനിച്ച. അപ്പൊ ആദ്യത്തെ നാട് വിടാൻ തീരുമാനിച്ചു തന്നെ. ഓക്കെ, സതീഷും സൈമണും എന്ത് തീരുമാനത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളത് നാട് വിടാൻ തീരുമാനിച്ചു. അപ്പൊ അതിനുശേഷം നാട് വിട്ടുപോയ ബാബുവിനുണ്ടായ അനുഭവങ്ങൾ എന്തെല്ലാം അറിയാം അല്ലെ നിങ്ങൾക്ക്? പൈസ ആരോ പോക്കറ്റ് അടിച്ചു പോയി. അപ്പൊ ഒരു ഹോട്ടലിൽ കഴിയേണ്ടി വന്നു. ഹോട്ടലിൽ നിന്നാണ് ഗ്ലാസ് പൊട്ടിച്ചതിന് ശേഷം അവര് പിടിച്ച് പുറത്താക്കി. പിന്നെ എച്ചിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ഹോട്ടലിന്റെ പിറകുവശത്തുള്ള എച്ചിൽ തൊട്ടിലത്തെ ഭക്ഷണം വരെ കഴിക്കേണ്ടതായി വന്നു അല്ലേ? അപ്പോ അവൻ കാര്യങ്ങളൊക്കെ പഠിച്ചു. നെക്സ്റ്റ്, ചെയ്ത കുറ്റം ബോധ്യമായപ്പോൾ ബാബു മാപ്പ് പറയാൻ ഒരുങ്ങുന്നു. ആരോട്? ആരോടാ മാപ്പ് പറയാൻ ഒരുങ്ങുന്നത്? അച്ഛനോട്. അല്ലേ? മാപ്പ് പറയാൻ ഒരുങ്ങുന്നു. ബാബുവിന്റെ അനുഭവം മറ്റിരുവരെയും സ്വാധീനിച്ചത് എങ്ങനെ? അതാണ് അവര് നാടുവിടാൻ ഇരിക്കുകയായിരുന്നു. അപ്പം ബാബുവിന് പറ്റിയ അനുഭവം കേട്ട് അവർക്ക് സങ്കടമായി. അപ്പൊ മനസ്സിലായി എന്ത്? മാതാപിതാക്കളും ഗുരുക്കന്മാരും പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അല്ലെ? അതോടെ അവര് നാട് വിടുന്ന ചിന്തയിൽ നിന്ന് മാറ്റി ചിന്തിച്ചു. നെക്സ്റ്റ്, അനുബന്ധ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരിലും ഈ സ്കൂൾ നാടകത്തിലെ കഥാപാത്രങ്ങളുണ്ട്. ഗ്രൂപ്പ് തിരിഞ്ഞ് ഈ നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പൊതുവേദികളിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളും പാഴാക്കരുത് അല്ലെ? നെക്സ്റ്റ്, ഇതുപോലെ മറ്റു പല സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തിയെന്ന് വരാം. ഒന്ന് ശ്രമിച്ചാൽ അവ ഓരോന്നും നാടകരൂപത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അല്ലേ? നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ? നമുക്ക് വിചാരിച്ചാൽ ഒന്ന് നാടകരൂപത്തിൽ എഴുതാം പറഞ്ഞത്. അപ്പോ ഈ 12ാമത്തെ ലെസൺ 4 പേരും കൂടി ഒന്ന് നല്ല നീറ്റിൽ വായിക്കണം. വായിക്കുന്നതിന് ഒരു ചടുലത ഉണ്ടാവണം. അതായത് ഒരാളിപ്പം പറയുന്നു, സതീഷ് പറയുന്നു, എങ്ങനെയാ ഇതുവരെ എവിടെയായിരുന്നടാ അങ്ങനെ ചോദിക്കണ്ടേ? നമ്മൾ എങ്ങനെയാ സംസാരിക്കുക? അതുപോലെ ഒന്ന് വായിക്കണം ഇന്ന്. അപ്പൊ നിങ്ങൾ നല്ലപോലെ വായിച്ചിട്ടുണ്ടാവണം, എന്നാലേ നിങ്ങൾക്ക് അതുപോലെ വായിക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ആരൊക്കെ? പറഞ്ഞോ. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പറഞ്ഞോ. ഫെയ്ത്ത് ജയൻ. അവൻ നല്ല കുട്ടിയോ ഏതാണെന്ന് ചോദിച്ചു നോക്കിയിട്ട് അവൻ പിടിച്ചു. നെക്സ്റ്റ്, ഞാൻ സതീഷ്, ഫെയ്ത്ത് സൈമൺ. ഓക്കെ, അപ്പൊ ഷോൺ സതീഷ് ആവുന്ന്, ഫെയ്ത്ത് എന്നാവുന്ന് സൈമൺ. അപ്പൊ ആൻമരിയ ജയൻ ആവുന്ന ആൻമരിയ. അടുത്ത ബാബു ആവുന്നത് ആര്? ദിയ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ഇരിക്കണം? വായന നല്ല സൂപ്പർ ആയിരിക്കണം. അതായത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് തപ്പും തടയും ഒന്നും ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഓൾറെഡി ഇപ്പം ജയനും സൈമണും ബാബുവും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തപ്പിത്തടിയോ? നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ തപ്പിത്തടിയില്ലല്ലോ അല്ലെ? നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾ പറയലിന്ന്. അപ്പൊ അതുപോലെ വായിക്കണം നിങ്ങൾ. അപ്പൊ ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വരാം ആദ്യം അല്ലെ? നാടകം ഇങ്ങനെ ആരംഭിക്കുന്നു, കർട്ടൻ ഇങ്ങനെ പൊങ്ങുന്നു അല്ലെ? അപ്പോൾ ഒരു നല്ല നല്ല മ്യൂസിക്കൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് ആദ്യം നാടകത്തിന്റെ പേര് പറയൂ അല്ലെ? എന്ത്? വൈകി വന്ന വെളിച്ചം. ഡിണ്ടാക്കും അല്ലെ? അങ്ങനെയാ നാടകം. പക്ഷെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ വായിക്കാം. അപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നേ. കൂടുതൽ ആൾസഞ്ചാരമില്ലാത്ത ഒരു വഴി. ആരെയോ കാത്ത് സതീഷ് നിൽക്കുകയാണ്. അവന്റെ ശ്രദ്ധ നാലുപാടും തിരിയുന്നു. പരിഭ്രാന്തി നിറഞ്ഞ നോട്ടം. അല്പം കഴിയുമ്പോൾ കൂട്ടുകാരനായ സൈമൺ വരുന്നു. ഇതുവരെ എവിടെയായിരുന്നടാ? നോക്കി നോക്കി കണ്ണു കഴിച്ചു. സ്കൂളിൽ ബെല്ലടിച്ചിട്ട് നേരം എത്രയായെന്ന് അറിയാമോ? സൈമണേ, മ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അയ്യോ, ഫെയ്ത്ത് പോയാ? 1 minute മിസ്. ഒന്ന് ചിരി അടക്കട്ടെ അവൻ തൽക്കാലത്തേക്ക്. വേശാട്ടേ, ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഇവര്.
സ്കൂളിലെ ബെല്ലടി കഴിയാനല്ലേ ഞാനും കാത്തിരുന്നേ. ഇതുവരെ ഞാൻ പള്ളിമുക്കിലെ പള്ളിമുക്കിലെ ഒന്ന് രണ്ട് സ്ഥലത്ത് ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. നീ വന്നിട്ട് നേരമായോ? നേരം അധികമായോ എന്ന് ചോദിച്ചു. നേരം അധികമായോ? 1 മണിക്കൂർ കഴിഞ്ഞു. ഇന്ന് നമ്മളെ ക്ലാസ്സിന് പുറത്താക്കിയിട്ട് 3-ാം ദിവസമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മള് പാത്തും പതുങ്ങിയും പല സ്ഥലങ്ങളിലായി കഴിഞ്ഞുകൂടി. നമ്മുടെ വീട്ടുകാരൻ ഈ വിവരം അറിഞ്ഞാൽ തല്ലിക്കൊല്ലും. എനിക്കാരെയും പേടിയില്ല. നിന്റെ അച്ഛൻ ദുബായിലല്ലേ, പിന്നെ ആരെ പേടിക്കണം? കുറ്റം കണ്ട അമ്മ നിന്നെ തല്ലൂലേ? തല്ലൂന്ന് പോലും ഒക്കെ അമ്മച്ചി. ഒരിക്കൽ അമ്മച്ചി അടിക്കാനായി ഓടി വന്നു. ഞാൻ പിടിച്ചത് തള്ളു കൊടുത്തു. പടക്കോന്നും പറഞ്ഞ് അമ്മച്ചി നിലത്ത് കിടക്കണം. സതീഷ്, നമ്മുടെ നോട്ടപ്പുള്ളി ജയൻ വരണ്. നമുക്കിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറാം. നീ അവിടെ നിൽക്കണ സൈമൺ, അവൻ വരട്ടെ. സതീഷും സൈമണും ഇവിടെ നിൽക്കുകയാണോ? സ്കൂളിൽ പോയില്ലേ? എന്താ, നീ അന്വേഷിക്കാൻ വന്നതാണോ? ഞങ്ങളുടെ കാര്യം തിരക്കാൻ നിനക്ക് അവകാശമില്ല. നീ ഞങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾ എന്നും എന്റെ സ്നേഹിതന്മാരാണ്. നിനക്കറിയാമോ, നീ ഒരുത്തൻ കാരണം ഞങ്ങൾ ഇങ്ങനെ റോഡിലൂടെ അലഞ്ഞു തിരിയാൻ ഇടവന്നു. നീ ആ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ. കള്ളം പറയുന്നത് പാവമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾ ചെയ്ത തെറ്റിനെ പറ്റി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. ആളുകൾ തിങ്ങി നിറഞ്ഞ ബസ്സിന്റെ നേർക്കല്ലേ നിങ്ങൾ കല്ലെറിഞ്ഞത്? ബസ്സിന്റെ ചില്ല് പൊട്ടി. ഒരു യാത്രക്കാരന്റെ തല പൊട്ടി ചോരയും വന്നു. ഒരു രസത്തിന് വേണ്ടിയല്ല ഞങ്ങൾ എറിഞ്ഞതല്ലേ? കല്ലേറ് കൈവിട്ട സൂത്രമാണെന്ന് സാറ് പറഞ്ഞു തന്നിട്ടില്ലേ? ആ ബസ്സിൽ നിങ്ങളുടെ അച്ഛനമ്മമാരോ ബന്ധുക്കളോ മറ്റു വേണ്ടപ്പെട്ടവരോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എറിയുമായിരുന്നോ? നീ ഹെഡ് മാഷിനോട് പറഞ്ഞത് കൊണ്ടല്ലേ ഈ കുഴപ്പങ്ങൾ ഒക്കെ ഉണ്ടായേ? രക്ഷാകർത്താക്കളെ കൂട്ടിക്കൊണ്ട് ചെല്ലാതെ ഞങ്ങളെ സ്കൂളിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ പറ്റി അന്വേഷിക്കാൻ സാറ് നിന്നെ വിട്ടതായിരിക്കും. ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല. എന്റെ അച്ഛൻ പനി പിടിച്ച് കിടപ്പിലാണ്. അച്ഛൻ ജോലി എടുക്കുന്ന വീട്ടിൽ നിന്ന് 50 രൂപ വാങ്ങാൻ പോയതാ. ആ വീട്ടുകാർ അവിടെ ഇല്ല. 50 രൂപ ഞാൻ തരാം. എന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ബസ്സിന് കല്ലെറിഞ്ഞത് ഞങ്ങളല്ലെന്ന് നീ തറപ്പിച്ചു പറയണം. 50 രൂപയ്ക്ക് വേണ്ടി ഞാൻ കള്ളം പറയണമെന്നോ? സൈമൺ, മരുന്ന് വാങ്ങി കൊടുത്ത് നിന്റെ അച്ഛന്റെ സുഖക്കേട് മാറ്റണ്ടേ? എന്റെ അച്ഛന്റെ സുഖക്കേട് മാറണം. പക്ഷെ ഈ 50 രൂപ വാങ്ങി ഈശ്വരശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുമിടുന്നില്ല. ചെയ്ത തെറ്റിനെ പറ്റി നിങ്ങൾ പശ്ചാത്തപിക്കോ? നിങ്ങൾ നല്ലവരാകണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. നെക്സ്റ്റ്. മിസ്സേ, ഞാനല്ലേ? സൈമൺ, അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. ഈ നാട്ടിൽ നിന്നാൽ പഠിക്കണം. സാറുമാരുടെ വഴക്ക് കേൾക്കണം. എനിക്കൊരു ബുദ്ധി തോന്നുന്നു. നമുക്ക് നാട് വിട്ടു പോയാലോ? അമ്പരന്ന് നീയാണ് വായിക്കണ്ട. നാട് വിടാനോ? നമ്മൾ എവിടെ പോകും? എവിടേക്കെങ്കിലും പോകണം. അതിന് പണം വേണ്ടേ? പണം നമ്മുടെ കയ്യിലുണ്ടാകും. നിനക്കറിയാൻ പാടില്ലേ? നമ്മുടെ ക്ലാസ്സിൽ
പഠിച്ചിരുന്ന ബാബു 2 മാസം മുമ്പ് അച്ഛൻ തല്ലി എന്ന് പറഞ്ഞ് വീട് വിട്ട് പുറപ്പെട്ടു പോയില്ലേ? അവനെ അന്വേഷിച്ചിട്ട് വലിയ പിടിയും കിട്ടിയോ? അവൻ സുഖമായിട്ട് ഏതെങ്കിലും പട്ടണത്തിൽ താമസിക്കുന്നുണ്ടാവും. അതിന് പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? എന്റെ കഴുത്തിൽ ഒരു മാലയുണ്ട്. അത് വിറ്റാൽ നമുക്ക് ആവശ്യമുള്ള രൂപ കിട്ടും. ആലോചിച്ച് നിൽക്കാതെ നീ വാടാ. രണ്ടുപേരും കൂടി പോകാൻ ഇടപെടുമ്പോൾ എതിരെ നിന്നും മറ്റൊരു കുട്ടി, അതായത് ബാബു വരുന്നു. മെലിഞ്ഞു വിളറി വെളുത്ത ശരീരം, കീറിപ്പറിഞ്ഞ ട്രൗസറും ഷർട്ടും. തളർന്ന പരവശനായിരുന്നു. മറ്റിരുവരും സ്തബ്ധരാവുന്നു. സതീഷ് സൈമൺ എന്ന് വിളിച്ചു ബാബു. നിനക്ക് എന്തു പറ്റി? നീ ഇതുവരെ എവിടെയായിരുന്നു? നിന്റെ തടിയൊക്കെ എവിടെ പോയി? എല്ലും തോലുമായല്ലോ. നീ ആഹാരം ഒന്നും കഴിക്കാറില്ലേ? വീട് വിട്ടു പോയ എല്ലാം നേടാമെന്ന് കരുതി ഒളിച്ചോടി പോയവനാണ് ഞാൻ. ഇവിടെ നിന്നും പുറപ്പെടുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നോ! നാട് വിട്ടതോടെ എല്ലാം തകർന്നു. നിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ലേ? വീട്ടിലെ അലമാരിയിൽ നിന്ന് 500 രൂപ ഞാൻ കട്ടെടുത്തു. തീവണ്ടി കയറി കണ്ണൂരിലെത്തി. ഒരു ഹോട്ടലിൽ കയറി കാപ്പി കുടിച്ച് നോക്കിയപ്പോൾ പോക്കറ്റിലുണ്ടായിരുന്ന രൂപ കാണാനില്ലായിരുന്നു. അതെവിടെ പോയി? തീവണ്ടി യാത്രയിൽ ആരോ പോക്കറ്റ് അടിച്ചു. പണമില്ലാതെ നീ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു? പട്ടിണി എന്താണെന്നറിയാതെ വളർന്നവനാണ് ഞാൻ. വീട്ടിലായിരുന്നപ്പോൾ മീനും ഇറച്ചിയുമില്ലാതെ ഞാൻ ചോറ് തിന്നില്ലായിരുന്നു. ഞാൻ വിശന്ന് പൊരിഞ്ഞപ്പോ ഹോട്ടലുകളുടെ പിന്നിലുള്ള എച്ചിൽത്തൊട്ടിയിൽ ചോറ് വാരുത്തുന്നു. നീ എവിടെയായിരുന്നു താമസിച്ചത്? രാത്രിയാകുമ്പോൾ ഏതെങ്കിലും കടത്തിണ്ണയിൽ ചുരുണ്ടുകൂടും. നേരം വെളുത്താൽ വീണ്ടും മൃഗങ്ങളെപ്പോലെ ഞാൻ 4 ദിക്കിലും അരിഞ്ഞു തിരിഞ്ഞു നടക്കും. നിനക്ക് എന്തെങ്കിലും ജോലി എടുക്കാൻ പാടില്ലായിരുന്നോ? ഒരു ദിവസം ഒരു കാപ്പിക്കടയിൽ പാത്രം കഴുകാൻ എന്നെ നിർത്തി. ഗ്ലാസ് കഴുകുന്നതിനിടയിൽ എന്റെ കയ്യിൽ 3-4 ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി. ആ കടക്കാരൻ എന്റെ തലക്കിട്ട് ഒരടി തന്ന് എന്റെ കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് തള്ളിവിട്ടു. എന്നാ നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു വരായിരുന്നില്ലേ? വണ്ടിക്ക് പോരണ്ടേ? പണമുണ്ടായിരുന്നില്ല. പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ വേണം. നിങ്ങൾ എന്നെ ഒരിക്കൽ ഒരു ഉപകാരം ചെയ്യണം. എന്നോടടുത്ത് എന്റെ വീട്ടിലേക്ക് വരണം. നിന്റെ അച്ഛൻ നിന്നെ തല്ലൂലേ? എന്റെ അപ്പച്ചൻ എന്നെ വേണ്ടതോളം തല്ലട്ടെ. എന്റെ കണ്ണിന് ഇനി കണ്ണീര് വരില്ല സൈമൺ. അത്രയ്ക്ക് വേദന ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്റെ അപ്പച്ചനോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കും. എന്റെ അപ്പച്ചൻ എന്നെ ശിക്ഷിക്കില്ല. എനിക്ക് മാപ്പ് തരൂ. നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നിന്റെ അനുഭവം തന്നെ ഞങ്ങൾക്കും ഉണ്ടായേനെ. എന്താ സതീഷ്? ബസ്സിന് കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടിച്ചു. രക്ഷകർത്താക്കളെ കൂട്ടിക്കൊണ്ട് ചെല്ലാതെ ക്ലാസ്സിൽ കേറ്റൂലെന്ന് പറഞ്ഞു. വീട്ടിൽ ഈ വിവരം അറിഞ്ഞാൽ അപ്പച്ചൻ കൊല്ലും. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാട് വിട്ടു പോകാനുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. വിഡിത്തം പറയാതെ ഇരിക്കൂ സതീഷ്. നാളെ വിട്ടുപോയ എന്റെ അനുഭവം നിങ്ങൾ അറിഞ്ഞില്ലേ? ബാബു, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ രക്ഷിച്ചത് നീയാണ് ബാബു. നിന്റെ കഥ നാട് വിട്ടു പോകാൻ ഒരുങ്ങുന്ന കുട്ടികൾക്ക് നല്ല പാഠമാണ് സതീഷ്. നമുക്ക് രക്ഷകർത്താക്കളെ കൂട്ടി ഇപ്പോൾ തന്നെ സ്കൂളിലേക്ക് പോകാം. ശരിയാണ് സൈമൺ. ആദ്യം നമുക്ക് ബാബുവിനെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം.
മാതാപിതാക്കളും ഗുരുക്കന്മാരും ശിക്ഷിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കുട്ടികളായ നമ്മൾ നല്ല സ്വഭാവത്തോടു കൂടി വളരണം. സതീഷ്, സൈമൺ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ബാബുവിന്റെ കൈപിടിച്ച് മറ്റിരുവരും മുന്നോട്ട് നീങ്ങുന്നു. ഇതാണ് കഥ. കുറച്ചുകൂടി ഒന്ന് സൂപ്പറാക്കി വായിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നാ ഇനിയുള്ള ക്ലാസ്സിൽ വായിക്കാം. ഒന്നുകൂടി വായിക്കുന്നു ഇപ്പോ. ഓക്കെ, രസം പിടിച്ചിന് എല്ലാവർക്കും അല്ലേ? മിസ് ഇതേ ക്യാരക്ടർ തന്നെ. ആയിക്കോട്ടെ, ഒന്നുകൂടി നമുക്ക് നോക്കാം. അല്ല, സൂപ്പറായി വായിക്കണേ. തപ്പിത്തടിയുന്നത് ഒന്ന് ഒഴിവാക്കി. നിങ്ങൾ വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് വെച്ചോ. ഈ മ്യൂട്ട് ചെയ്യാൻ പോകുന്ന സമയം നിങ്ങളുടെ ശ്രദ്ധ ആ ഫോണിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ കണ്ണങ്ങോട്ട് മറിഞ്ഞു പോകും വായിക്കുന്നിടത്തുനിന്ന്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വെച്ചോ. കാരണം നിങ്ങൾ അത്രയല്ലേ കുട്ടികളുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൃത്യമായി വായിക്കുക. അത്ര നമുക്കൊരു 10 മിനിറ്റ് സമയമുള്ളൂ ഇനി. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അത് തുടങ്ങി തരാം. വൈകി വന്ന വെളിച്ചം. അപ്പൊ കൂടുതൽ ആൾസഞ്ചാരമില്ലാത്ത ഒരു വഴി. ആരെയോ കാത്ത് സതീഷ് നിൽക്കുകയാണ്. അവന്റെ ശ്രദ്ധ നാലുപാടും തിരിയുന്നു. പരിഭ്രാന്തി നിറഞ്ഞ നോട്ടം. അല്പം കഴിയുമ്പോൾ കൂട്ടുകാരനായ സൈമൺ വരുന്നു. ഇതുവരെ എവിടെയായിരുന്നടാ? നോക്കി നോക്കി കണ്ണു കഴിച്ചു. സ്കൂളിൽ ബെല്ലടിച്ചിട്ട് നേരം എത്രയായെന്ന് അറിയാമോ? സ്കൂളിലെ ബെല്ലടി കഴിയാനല്ലേ ഞാനും കാത്തിരുന്നേ. ഇതുവരെ ഞാൻ പണിമുക്കിലെ 1-2 സ്ഥലത്ത് ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. നീ വന്നിട്ട് എത്ര നേരമായി? കുറെ നേരമായോ? ഓക്കെ, കുഴപ്പമില്ല. 1 മണിക്കൂർ കഴിഞ്ഞു. ഇന്ന് നമ്മളെ ക്ലാസ്സിന് പുറത്താക്കിയിട്ട് 3 ദിവസമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ പാത്തു പതുങ്ങി പല സ്ഥലങ്ങളിലായി കൂടി. നമ്മുടെ വീട്ടുകാർ ഈ വിവരം അറിഞ്ഞാൽ തല്ലിക്കൊല്ലും. എനിക്കാരെയും പേടിയില്ല. നിന്റെ അച്ഛൻ ദുബായിലല്ലേ, പിന്നെ നീ ആരെ പേടിക്കണം? കുറ്റം കണ്ട അമ്മ നിന്നെ തല്ലൂലേ? തല്ലുന്നു പോലും. ഒരിക്കൽ അമ്മച്ചി എന്നെ അടിക്കാനായി ഓടി വന്നു. ഞാൻ പിടിച്ചൊരു തള്ളു കൊടുത്തു. പടക്കോന്ന് പറഞ്ഞ് അമ്മച്ചി നിലത്ത് കിടക്കണം. നമ്മുടെ നോട്ടപ്പുള്ളി വരണ. നമുക്ക് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറാം. നീ അവിടെ നിൽക്കുന്ന സൈമൺ, അവൻ വരട്ടെ. സതീഷ്, സൈമണം ഇവിടെ നിൽക്കുകയാണോ? സ്കൂളിൽ പോയില്ലേ? സൈമൺ അല്ല, സതീഷ് കേൾക്കുന്നില്ല. നീ എന്താ അന്വേഷിക്കാൻ വന്നതാണോ? ഞങ്ങളുടെ കാര്യം തിരക്കാൻ നിനക്ക് അവകാശമില്ല. നീ ഞങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾ എന്നും എന്റെ സ്നേഹിതന്മാരാണ്. നിനക്കറിയാമോ, നീ ഒരുത്തൻ കാരണമാണ് ഞങ്ങളെ ഇന്ന് റോട്ടിൽ അലഞ്ഞു തിരിയാൻ ഇടവന്നേ. നീ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ. കള്ളം പറയുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾ ചെയ്ത തെറ്റിനെ പറ്റി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. ആളുകൾ തിങ്ങി നിറഞ്ഞ ബസിന്റെ നേർക്കല്ലേ നിങ്ങൾ കല്ലെറിഞ്ഞത്? ബസിന്റെ ചില്ല് പൊട്ടി. ഒരു യാത്രക്കാരന്റെ തല പൊട്ടി ചോര വന്നു. ഒരു രസത്തിന് വേണ്ടി ഞങ്ങൾ എറിഞ്ഞതല്ലേ? കല്ലേറ് കൈവിട്ട സൂത്രമാണെന്ന് സാറ് പറഞ്ഞു തന്നിട്ടില്ലേ? ആ ബസ്സിൽ നിങ്ങളുടെ അച്ഛനമ്മമാരോ ബന്ധുക്കളോ മറ്റു വേണ്ടപ്പെട്ടവരോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അറിയുമായിരുന്നോ? നീ ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞുകൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്? രക്ഷാകർത്താക്കളെ കൂട്ടിക്കൊണ്ടു ചെല്ലാതെ ഞങ്ങളെ സ്കൂളിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ പറ്റി അന്വേഷിക്കാൻ സാറ് നിന്നെ വിട്ടതായിരിക്കും. ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല. എന്റെ അച്ഛനെ പനി പിടിച്ച് കിടപ്പിലാണ്. അച്ഛൻ ജോലി എടുക്കുന്ന വീട്ടിൽ നിന്ന് 50 രൂപ വാങ്ങാൻ പോയതാ. ആ വീട്ടുകാർ അവിടെ ഇല്ല. 50 രൂപ ഞാൻ തരാം. എന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ബസ്സിന് കല്ലെറിഞ്ഞത് ഞങ്ങൾ വേണ്ടെന്ന് നീ തറപ്പിച്ചു പറയണം. 50 രൂപയ്ക്ക് വേണ്ടി ഞാൻ കള്ളം പറയണമെന്നോ? മരുന്ന് വാങ്ങിക്കൊടുത്ത് നിന്റെ അച്ഛന്റെ സൂക്കേട് മാറ്റണ്ടേ? എന്റെ അച്ഛന്റെ സൂക്കേട് മാറണം. പക്ഷെ ഈ 50 രൂപ വാങ്ങി ഈശ്വര ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുപെടുന്നില്ല. ചെയ്ത തെറ്റിനെ പറ്റി നിങ്ങൾ പശ്ചാത്തപിക്കൂ. നിങ്ങൾ നല്ലവരാകണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. സൈമൺ, അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. ഈ നാട്ടിൽ നിന്നാൽ പഠിക്കണം. സാറുമാരുടെ വഴക്ക് കേൾക്കണം. എനിക്കൊരു ബുദ്ധി തോന്നണം. നമുക്ക് നാട് വിട്ടു പോയാലോ? നാട് വിടാനോ? നമ്മൾ എവിടെ പോകും?
എവിടേക്കെങ്കിലും പോണം. അതിന് പണം വേണ്ടേ? പണം നമ്മുടെ കയ്യിലുണ്ടാകും. നിനക്കറിയാൻ പാടില്ലേ, നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ബാബു 2 മാസം മുമ്പ് അച്ഛൻ തല്ലി എന്ന് പറഞ്ഞ് വീട് വിട്ട് പുറപ്പെട്ടു പോയില്ലേ? അവരെ അന്വേഷിച്ചിട്ട് വല്ല പിടിയും കിട്ടിയോ? അവൻ സുഖമായിട്ട് ഏതെങ്കിലും പട്ടണത്തിൽ താമസിക്കുന്നുണ്ടാവും. അതിന് പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? എന്റെ കഴുത്തിൽ മാലയുണ്ട്, അത് വിറ്റാൽ നമുക്ക് ആവശ്യമുള്ള രൂപ കിട്ടും. ആലോചിച്ച് നിൽക്കാതെ നീ വാടാ. ഓക്കെ, രണ്ടുപേരും കൂടി പോകാൻ ഒരുമിടുമ്പോൾ എതിരെ നിന്ന് മറ്റൊരു കുട്ടി ബാബു വരുന്നു. മെലിഞ്ഞു വിളറി വെളുത്ത ശരീരം, കീറിപ്പറഞ്ഞ ട്രൗസറും ഷർട്ടും, തളർന്ന് പരവശനായിരുന്നു. മറ്റിരുവരും സ്തബ്ധരാവുന്നു. ബാബു, സൈമൺ, നിനക്കെന്ത് പറ്റി? നീ ഇതുവരെ എവിടെയായിരുന്നു? നിന്റെ തടിയൊക്കെ എവിടെ പോയി? എന്നും തോലുമാണല്ലോ. നീ ആഹാരം ഒന്നും കഴിക്കാറില്ലേ? എല്ലാം നാളെ ഇടാമെന്ന് കരുതി ഒളിച്ചോടി പോയവനാണ് ഞാൻ. ഇവിടെ നിന്ന് പുറപ്പെട്ടു എന്തെല്ലാം ദിയക്കുട്ടി പോയി. ഓക്കെ, ഞാനത് വായിക്കാം. വീട് വിട്ടു പോയോ? എല്ലാം നേടാമെന്ന് ദിയ വരുന്നുണ്ടല്ലേ. ഓക്കെ, വീട് വിട്ടു പോയാ എല്ലാം നേടാമെന്ന് കരുതി ഒളിച്ചോടി പോയവനാണ് ഞാൻ. ഇവിടെ നിന്നും പുറപ്പെടുമ്പോ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നെന്നോ. നാട് വിട്ടതോടെ എല്ലാം തകർന്നു. നിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ലേ? വീട്ടിലെ അലമാരിയിൽ നിന്ന് 500 രൂപ ഞാൻ കട്ടെടുത്തു. തീവണ്ടി കയറി കണ്ണൂരിലെത്തി. ഒരു ഹോട്ടലിൽ കയറി കാപ്പി കുടിച്ചു. നോക്കിയപ്പം പോക്കറ്റിലുണ്ടായിരുന്ന രൂപ കാണാനില്ലായിരുന്നു. അതെവിടെ പോയി? തീവണ്ടി യാത്രയിൽ ആരോ പോക്കറ്റ് അടിച്ചു. പണമില്ലാതെ നീ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു? പട്ടിണി എന്തെന്നറിയാതെ വളർന്നവനാണ് ഞാൻ. വീട്ടിലുണ്ടായിരുന്നപ്പോൾ മീനും ഇറച്ചിയും ഇല്ലാതെ ഞാൻ ചോറ് തിന്നൂലായിരുന്നു. ഞാൻ വിശന്ന് പൊരിഞ്ഞപ്പോൾ ഹോട്ടലുകളുടെ പിന്നിലുള്ള എച്ചിൽ തൊട്ടിയിലെ ചോറ് വാരി തിന്നു. നീ എവിടെയാ താമസിച്ചത്? രാത്രിയാകുമ്പോൾ ഏതെങ്കിലും കടത്തിണ്ണയിൽ ചുരുണ്ടുകൂടും. നേരം വെളുത്താൽ വീണ്ടും മൃഗങ്ങളെ പോലെ ഞാൻ 4 ദിക്കിലും അലഞ്ഞു തിരിഞ്ഞു നടക്കും. നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ലായിരുന്നോ? ഒരു ദിവസം ഒരു കാപ്പിക്കടയിൽ പാത്രം കഴുകാൻ എന്നെ നിർത്തി. ഗ്ലാസ് കഴുകുന്നതിനിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് 3-4 ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി. ആ കടക്കാരൻ എൻ്റെ തലക്കിട്ട് ഒരടി തന്ന് എൻ്റെ കഴുത്തേ പിടിച്ച് പുറത്തേക്ക് തള്ളിവിട്ടു. എന്നാ നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നൂടായിരുന്നോ? വണ്ടിക്ക് പോരണ്ടേ, പണമുണ്ടായിരുന്നില്ല. പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ പറയണമെങ്കിൽ ഒരു ദിവസം തന്നെ വേണം. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നോട് എൻ്റെ വീട്ടിലേക്ക് വരണം. നിന്റെ അപ്പച്ചൻ നിന്നെ തല്ലൂലേ? എൻ്റെ അപ്പച്ചൻ എന്നെ വേണ്ടുവോളം തല്ലട്ടെ, എൻ്റെ കണ്ണിൽ നിന്ന് ഇനിയും കണ്ണീര് വരില്ല സൈമൺ. അത്രയ്ക്ക് വേദന ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എൻ്റെ അപ്പച്ചനോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കും. എൻ്റെ അപ്പച്ചൻ എന്നെ ശിക്ഷിക്കില്ല, എനിക്ക് മാപ്പ് തരും. നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നിന്റെ അനുഭവം തന്നെ ഞങ്ങൾക്കും ഉണ്ടായേനെ. എന്താ സതീഷ്? ബസ്സിന് കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടിച്ചു. രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ട് ചെല്ലാതെ ക്ലാസ്സിൽ കയറ്റില്ല എന്നാ പറഞ്ഞേ. വീട്ടിൽ ഈ വിവരം അറിഞ്ഞ അപ്പച്ചൻ കൊല്ലും. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സോറി സതീഷ്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാട് വിട്ടു പോകാനുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. വിഡിത്തം പറയാതിരിക്കൂ സതീഷ്. നാട് വിട്ടുപോയ എൻ്റെ അനുഭവം നിങ്ങൾ അറിഞ്ഞില്ലേ? ബാബു ഞാനല്ലേ? സോറി ബാബു, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ രക്ഷിച്ചത് നീയാണ്. നിന്റെ കഥ നാട് വിട്ടു പോകുന്ന കുട്ടികൾക്ക് നല്ല പാഠമാണ്. നമുക്ക് രക്ഷിതാക്കളെ കണ്ട് കൂട്ടി തന്നെ സ്കൂളിലേക്ക് പോകാം. ശരിയാണ് സൈമൺ. ആദ്യം നമുക്ക് ബാബുവിനെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം. മാതാപിതാക്കളും ഗുരുക്കന്മാരും ശിക്ഷിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കുട്ടികളായ നമ്മൾ നല്ല സ്വഭാവത്തോടു കൂടി വളരണം. സതീഷ്, സൈമൺ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓക്കെ, രണ്ടുപേരും ബാബുവിന്റെ കൈ പിടിച്ച് പോയി. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. ഓക്കെ, ബൈ. അപ്പൊ ഇതുപോലെ നല്ല പോലെ വായിച്ച് പഠിക്കണം അല്ലേ? എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു അല്ലേ?
നാടക അഭിനയം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഇത് എഴുതിയെടുക്കണം കേട്ടോ എല്ലാവരും. അത് കഴിഞ്ഞ് ഞാൻ പോയതിന്റെ നോട്ട് തരാം കേട്ടോ. ഓക്കെ, ബൈ, സി യു.